നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വിവാദമായ ഒരു വിഷയമുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ ഡി എ സ്ഥാനാർത്ഥി, ഗുരുവായൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഹിന്ദു എം എൽ എ എന്ന പ്രസ്താവനയാണ്. അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ വീഡിയോ മറ്റൊന്നുമല്ല, ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മഹാക്ഷേത്രം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ഒരു ഹിന്ദു എം എൽ എ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. ആ ആവശ്യകത എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം ശബരിമലയിൽ നടന്ന കൊള്ള പോലെ വലിയ കൊള്ളകൾ നടക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിന് ഭരണകൂടവും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമെല്ലാം ഓശാന പാടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി വാദിക്കാൻ അവിടെ ആരുമില്ല. ഗുരുവായൂർ ക്ഷേത്രവും ഭക്തന്മാരുമെല്ലാം വലിയ അവഗണന സഹിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അവഗണന അഡ്രസ്സ് ചെയ്യപ്പെടണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ഹിന്ദു എം എൽ എ അവിടെ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വലിയ വർഗീയ പരാമർശമായി മാധ്യമങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുകയായിരുന്നു. വർഗീയ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് മുസ്ലിം എം എൽ എ പാടില്ല, ക്രിസ്ത്യാനി എം എൽ എ പാടില്ല, ഹിന്ദു എം എൽ എ വേണം എന്നൊക്കെ പറയുന്നത് കേരളത്തിന് അന്യമാണ്. കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. മതേതരത്വം പൂത്തുലയുന്ന ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വർഗീയ പരാമർശം പറയാൻ പാടില്ല, അതൊരു UP മോഡലാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെതിരെ ഉണ്ടായിരുന്നു. താൻ പറഞ്ഞത് അത് തെറ്റായി വളച്ചൊടിച്ചതാണ്, താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിലും ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയാൻ ബി ഗോപാലകൃഷ്ണൻ പോയില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ല, ഞാൻ വർഗീയത പറഞ്ഞിട്ടില്ല, ഒരു മതത്തിനും എതിരായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊരു ഹെയ്റ്റ് സ്പീച്ച് അല്ല എന്ന നിലപാടായിരുന്നു ബി ഗോപാലകൃഷ്ണൻ്റേത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് BJP സംസ്ഥാന ഘടകവും അദ്ദേഹത്തിനോടൊപ്പം നിന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പിറ്റേ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ U-turn അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങൾ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്തായാലും 2024 തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേരിട്ടതുപോലെയുള്ള ഒരു വലിയ മാധ്യമ വേട്ടയാണ് ആ പ്രസ്താവനയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നേരിടേണ്ടി വന്നത്. അദ്ദേഹം പോകുന്ന ഇടങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. BJP MLA വർഗീയത പറയുന്നു എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. സമൂഹ മാധ്യമങ്ങളും BJP അനുഭാവികളുമെല്ലാം ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. മുസ്ലിം ലീഗിലെ നേതാവ് ഷാജി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് മറുപക്ഷം തിരിച്ചു ചോദിച്ചു. എന്തായാലും ആ വിവാദം വലിയ രീതിയിൽ അവസാനിച്ചു. മാത്രമല്ല, ഈ ഗോപാലകൃഷ്ണൻ പിന്നോട്ട് പോയില്ല. അദ്ദേഹം തുടങ്ങിയിടത്ത് തന്നെ നിന്നു. അദ്ദേഹം പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അദ്ദേഹം ആരെയും ഭയപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല എന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് അദ്ദേഹം പോവുകയുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബി ഗോപാലകൃഷ്ണനെ കുറിച്ച് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബി ഗോപാലകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് ബാനറാണ്, തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്ററാണ്, ഫ്ലെക്സാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഫ്ലെക്സിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിൽ ആർക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് ഇനി പറയാനുള്ള, അല്ലെങ്കിൽ ഇനി അറിയാനുള്ള കാര്യം. അതായത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററിൽ വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്ന്. മറ്റൊന്നുമല്ല, നിങ്ങൾ കാണുന്നില്ലേ, ഗുരുവായൂരിലെ MLA മാർ 1977 BVS തങ്ങൾ, 1983 PKK ബാവ, 1987 PKK ബാവ, 1991 PM അബൂബക്കർ, 1996 കുഞ്ഞുമുഹമ്മദ്, PT കുഞ്ഞുമുഹമ്മദ്, 2001 വീണ്ടും PKK ബാവ, 2006 2011 2016 KV അബ്ദുൽ ഖാദർ, 2021 NK അക്ബർ, 2021 ആര് എന്നൊരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു ചിത്രത്തോടു കൂടി 50 വർഷത്തെ അവഗണന ഇത് മാറണം, മാറ്റത്തിനായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കുക എന്ന ഒരു പരസ്യവാചകമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ട്രെൻഡായി മാറിയിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ അവഗണനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അവഗണനയ്ക്ക് ആര് ഉത്തരം പറയുമെന്ന ചോദ്യമാണ് അപ്പോൾ അദ്ദേഹം സമൂഹത്തിന് മുന്നോടിയായി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു വിഭാഗത്തെയും അവഗണിക്കുന്നത്? അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കേണ്ടതല്ലേ? ചട്ടലംഘനത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ വായടപ്പിക്കാൻ നോക്കണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാണിക്ക വഞ്ചിയിൽ നിന്ന് പോലും 10 കോടി രൂപ
കൈയിട്ട് വാരിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അങ്ങനെ കൈയിട്ട് വാരിയതിനെതിരെ കേരളത്തിലെ ഹൈക്കോടതി അതിരൂക്ഷമായ അഭിപ്രായ പ്രകടനം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ എടുത്ത പൈസ അത് നിയമവിരുദ്ധമാണ്, അത് അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ്, അത് എടുത്ത് കളിക്കാൻ ആർക്കും അവകാശമില്ല, അത് ആർക്കും ദാനം ചെയ്യാനും അവകാശമില്ല. അതുകൊണ്ട് തന്നെ എടുത്ത തുക പൈസ കുറയാതെ തിരികെ വയ്ക്കണമെന്നാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. പക്ഷേ ആ ഹൈക്കോടതി വിധി പോലും അനുസരിക്കാതെ സർക്കാർ ഇപ്പോഴും താളം ചവിട്ടുകയാണ്. ഈ അവഗണനയ്ക്കെതിരെ ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നുണ്ട്. ആ സ്വർണ്ണക്കൊള്ളയെ BJPയും അതുപോലെ തന്നെ UDFും ആയുധമാക്കുന്നുണ്ട്. സമാനമായ കൊള്ള ഗുരുവായൂരിൽ നടക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിക്കൂടാ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലെക്സിലൂടെ ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.